എന്തായാലും ഈ അസമയത്ത് യാത്ര ചെയ്യുന്നത് അത്ര നല്ലതല്ല. നമുക്ക് ഇവിടെ നിന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഹണിമൂണ് നാളെ പോയാലും വിരോധമൊന്നുമില്ലല്ലോ. എന്താണ് സീതനി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? പേടിച്ചു പോയോ? നിന്റെ പേടിയൊക്കെ ഞാൻ മാറ്റിത്തരും. എന്താ ഇവിടെ ആരും ഇല്ലെന്നാ തോന്നുന്നു. നമുക്ക് പോവാം. വാ നടക്ക. ആരാ? മനസ്സിലായില്ലേ? ഞാനൊരു പുരുഷൻ, ഇവിടെ ഒരു സ്ത്രീ. അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ ആരാന്നാ ചോദിച്ചേ? ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ആരാ? ഞാനിവിടുത്തെ വാച്ച്മാനാ. എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കുന്നേ. വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ താമസിക്കാൻ. തോന്നുന്നവർക്കെല്ലാം കേറി താമസിക്കാനുള്ള സ്ഥലമല്ല ഇത്. അയ്യോ, ഇതെന്റെ ഭർത്താവാണ്. താമസിക്കാൻ ഒരു സൗകര്യം കിട്ടിയാ കൊള്ളാമായിരുന്നു. അതിന് വാടക എത്ര വേണമെങ്കിലും തരാം. അതിനിത് ലോഡ്ജ് അല്ലല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണം. വേണമെങ്കിൽ നാളെ താമസിക്കാം. ഇന്ന് വേറെ ആളുകൾ വരുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം? അവർക്ക് ഇന്നിവിടെ താമസിക്കാൻ സ്ഥലം വേണോന്ന്. ഒന്ന് സൗകര്യം ചെയ്തു തരണം. നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് പുതിയ മാരേജ് കപ്പിളാണെന്ന് തോന്നുന്നു. ശരിയാണ്. അതറിഞ്ഞിട്ട് തനിക്കെന്ത് വേണം? താൻ ആരാ ഇതൊക്കെ ചോദിക്കാൻ? എടോ കുഞ്ഞേ, ചൂടാവല്ലേ. അത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. മധുട്ട പ്ലീസ് ഒന്ന് സമാധാനപ്പെടൂ പ്ലീസ്. വെരി സ്മാർട്ട് ഗേൾ. കുട്ടിയുടെ പേരെന്താ? നിശീതിനി. നല്ല പേര്. നിശിതിനി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വരാൻ കാരണം എന്താ? കഥ പറയാൻ സമയമില്ല. നീ വാ, നമുക്ക് പോവാം. വെറുതെ അഹങ്കാരത്തിന് വേണ്ടി കാണിക്കുന്ന ഈ ധൈര്യം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ പാവം പെൺകുട്ടിയോട് വേണ്ട. ഏതായാലും ഈ കൊച്ചിനു വേണ്ടിയെങ്കിലും താമസിക്കാൻ ഏർപ്പാടാക്കി തരാം. എടാ, ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. മനസ്സിലായോ? മനസ്സിലായോ? വാ വാ. ഇവിടെ കുളിക്കാൻ വല്ല സൗകര്യമുണ്ടോ? ഇവിടെ കുളിമുറിയൊന്നുമില്ല. പുറകിൽ കിണറുണ്ട്, പമ്പ് സെറ്റും ഉണ്ട്. അവിടെ വേണമെങ്കിൽ കുളിക്കേ, എന്ത് വേണമെങ്കിലും ആകാം. മധുവേട്ടൻ എന്താ ആലോചിക്കുന്നേ? അയാൾ അങ്ങനെ ചോദിച്ചോണ്ടാണോ? പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി നടക്കാനുള്ളത് നമുക്ക് ആലോചിക്കാം. ആലോചിക്കട്ടെ. ഉറങ്ങണ്ടേ? ഉറങ്ങുമ്പോൾ ഒരൊറ്റ സുഖമാണ്. പക്ഷെ ഉണർന്നിരിക്കുമ്പോൾ കിട്ടുന്ന സുഖം, അനുഭവം എല്ലാത്തിനും ഒരു പ്രത്യേകത ഉണ്ട്. അങ്ങനെയോ? ആ, സൗന്ദര്യമുള്ള ഭാര്യ അടുത്തിരിക്കുമ്പോ ഏതൊരു ഭർത്താവും കവിയായി മാറും, ബലവാനായി മാറും. വേണ്ട മധുവേട്ട, ഏയ്, നമുക്കൊന്ന് പോയി കുളിച്ചിട്ട് വരാം പ്ലീസ്. അത് കൊള്ളാം. നീ ആദ്യം കുളിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ കുളിക്കാം. ഏതിലും ലേഡീസ് ഫസ്റ്റ്.
ചമി Thank you.